പെരുവന്താനം പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ വന്യമൃഗശല്യം അതിരൂക്ഷമാകുകയാണ്. ചെന്നാപ്പാറ, മതമ്പ, കൊമ്പുകുത്തി അടക്കമുള്ള മേഖലയിൽ കാട്ടാനയും കാട്ടുപോത്തും കടുവ, പുലി അടക്കമുള്ള വന്യമൃഗങ്ങൾ നാട്ടുകാരുടെ സ്വൈരജീവിതം കെടുത്തുകയാണ്. പഞ്ചായത്തിലെ ജനവാസ മേഖലയായ കൊമ്പുകുത്തി, അമലഗിരി, അഴങ്ങാട് മേഖലയിൽ കഴിഞ്ഞ ദിവസം പുലിയുടെ സാന്നിധ്യമുണ്ടായത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. വന അതിർത്തി മേഖലയിൽ പലയിടത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെങ്കിലും അവയെല്ലാം തകർത്ത വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുകയാണ്. കഴിഞ്ഞ ദിവസം പെരുവന്താനം പഞ്ചായത്തിലെ മുസ്ലിം പള്ളി ഭാഗത്ത് തുമരുംപടി, മുത്തേട്ട്, സൈനുദ്ദീന്റെ പുരയിടത്തിൽ കാട്ടുപന്നി വ്യാപകമായാണ് കൃഷിനാശം വരുത്തിയത്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ കൂട്ടമായി എത്തുന്ന കാട്ടുപന്നികൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി മാറിയിരിക്കുകയാണ്. പെരുവന്താനം പഞ്ചായത്തിലെ പുറക്കയം, കോയിനാട്, ചെറുവള്ളിക്കുളം, കണയങ്കവയൽ, മുറഞ്ഞപുഴ കൂടാതെ കരണിക്കാട്, തുമരുംമുടി, താവളം ഭാഗം, ക്ഷേത്രം പരിസരം എന്നിവിടങ്ങളിലെല്ലാം കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ കാട്ടുപന്നികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത് ജനങ്ങളുടെ ജീവന് തന്നെ ഭീഷണിയായി മാറുകയാണ്. പെരുവന്താനം പഞ്ചായത്തിലെ പുറക്കയം, കോയിനാട്, ചെറുവള്ളിക്കുളം, കണയങ്കവയൽ, മുറിഞ്ഞപുഴ മേഖലയിൽ കാട്ടുപോത്തും കാട്ടാനയും കുരങ്ങും കാട്ടുപന്നിയും വലിയ കൃഷിനാശമാണ് വിതയ്ക്കുന്നത്. മലയോര മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയമാണ് കൃഷി. ഏറ്റവും അധികം ദുരിതം പേറുന്നതും കർഷകരാണ്. രാവിലെ ടാപ്പിങ്ങിന് പോകുന്ന കർഷകർ ജീവൻ പണയപ്പെടുത്തി ജോലി ചെയ്യേണ്ട അവസ്ഥയിലാണ്. ഒരു വർഷം നട്ടു നനച്ചു വളർത്തിയ വിളകളെല്ലാം വിളവെടുപ്പിന് പാകമാകുമ്പോൾ കുരങ്ങും കാട്ടുപന്നിയും നശിപ്പിക്കും. പെരുവന്താനം പഞ്ചായത്തിൽ അനുഭവപ്പെടുന്ന വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ NA വഹാബ് മുഖ്യമന്ത്രി, വനംവകുപ്പ് മന്ത്രി, ജില്ലാ കളക്ടർ അടക്കമുള്ള അധികാരികൾക്ക് പരാതി നൽകിയിട്ടുണ്ട്. പെരുവന്താനം പ്രദേശത്ത് കാട്ടുപന്നികളുടെയും അതുപോലെ തന്നെ പെരുമ്പാമ്പ്, കേഴ, കുറുക്കൻ എന്നിവയൊക്കെ ശല്യങ്ങൾ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പറമ്പാണെങ്കിൽ JCB വെച്ച് മാന്തിയിട്ടിരിക്കുന്ന പോലെയാണ് നൂറുകണക്കിന് പന്നിക്കൂട്ടങ്ങൾ വന്ന് തകർത്തിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് രൂപ മുടക്കി വെച്ചിരുന്ന ജാതികളൊക്കെയാണ് അത് വലിയൊരു ദുഃഖമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഈ അധികൃതരെ നമ്മൾ സംഭവം അറിയിക്കുമ്പോഴും അവരൊക്കെ ഓരോ മറുപടികൾ നമുക്ക് തരുന്നതല്ലാതെ അതിനെതിരെ ഒരു നടപടി സ്വീകരിച്ച് കാണുന്നില്ല. ഇത് സംബന്ധിച്ച് മുഖ്യമന്ത്രിക്കും കളക്ടർക്കും വനം വകുപ്പ് മന്ത്രിക്കും ഒക്കെ പരാതി കൊടുത്തിട്ടാണ്. നിരന്തരം ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കുന്നതാണ്. ചില സമയങ്ങളിലൊക്കെ അവരിങ്ങനെ പേരിന് വന്ന് പോകുന്നതല്ലാതെ പലപ്പോഴും മൈൻഡ് ചെയ്യാറില്ല. ചെറുവള്ളിക്കുളം മേഖലയിൽ കാട്ടാനയുടെ ശല്യം അതിരൂക്ഷമാണെന്ന കർഷകനായ സ്കറിയ ജോസഫ് ഇളംതുരുത്തിയിൽ പറയുന്നു. പെരുവന്താനം പഞ്ചായത്തിൽ ചെറുവള്ളിക്കുളം വാർഡിലെ ഒരു കർഷകനാണ്. അവിടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത ഒരു അവസ്ഥയിൽ വന്നിരിക്കുകയാണ്. ആന, പന്നി, കുരങ്ങ്, പുലി ഇങ്ങനെയുള്ളതിൻ്റെ ഭയങ്കര ശല്യങ്ങളാണ് ആ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. നൂറുകണക്കിന് തെങ്ങുകൾ കൃഷിക്കാരെ നശിപ്പിക്കുകയും വാഴ, പ്ലാവ് ഇതെല്ലാം പെടുത്തുകയും ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കപ്പ, വാഴ ഇതൊക്കെ കൃഷി ചെയ്യുന്നവരാണ്. ആ കപ്പയും വാഴയൊക്കെ മുഴുവൻ കുരങ്ങ് പറിച്ചുകൊണ്ട് പോവുകയാണ്. കുരങ്ങ് വീട്ടിൽ വെച്ചിരിക്കുന്ന സാധനം, കൊട്ടയ്ക്കകത്ത് വെച്ചിരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോകുന്നൊരവസ്ഥയാണ് കുരങ്ങിന് വന്നിരിക്കുന്നത്. ഈ കുരങ്ങിനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കുകയും അതുപോലെ ആനയുടെ ശല്യത്തിന് ഞങ്ങൾ ബഹുമാനപ്പെട്ട MLA പറഞ്ഞു. അദ്ദേഹം 50 ലക്ഷം രൂപയുടെ ഫണ്ട് ഞങ്ങൾക്ക് ആ പ്രദേശത്തിന് വേണ്ടി തന്നു. മുറിഞ്ഞപുഴ ജംഗ്ഷൻ തൊട്ട് പുറക്കയം വരെ 6.5 കിലോമീറ്റർ സോളാർ വേലി കെട്ടുകയും ചെയ്തു. അതുകൊണ്ട് ആന വന്ന് ഇപ്പോൾ ഇച്ചിരി ശല്യം കുറഞ്ഞിട്ടുണ്ട്, എന്നാലും വരുന്നുണ്ട്. അക്കരെ നിൽക്കുകയാണ്, വനത്തിൽ നിൽക്കുകയാണ്. ഞങ്ങളുടെ പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരു 6 അയില ഓടുന്നു. പന്നിയാറെന്ന് പറഞ്ഞ ഒരു 6 ഉണ്ട്. 6ൻ്റെ ഒരു വശം ഫോറസ്റ്റും ഒരു വശം കാർഷിക മേഖല പട്ടയഭൂമിയുമാണ്. അതുകൊണ്ടാണ് ഈ കാർഷിക മേഖലയിലേക്ക് ആന കയറി വന്ന് ഭയങ്കര ശല്യം ചെയ്യുന്നത്. പന്നി അതുപോലെ തന്നെ ഈ അടുത്ത ദിവസം അവിടെ ഒരു ടാപ്പിംഗ് ചെയ്യാൻ പോയ ഒരാളെ പന്നി വിരട്ടി ഓടിച്ചു. ആന രാത്രിയിൽ ഒരു കാരണവശാലും ഇറങ്ങി നടക്കാൻ പറ്റിയല്ല, പന്നിയുടെയും പുലിയുടെയും ശല്യം കാരണം. അതുകൊണ്ട് ഇതിനെയെല്ലാം നശിപ്പിക്കാൻ വേണ്ട എല്ലാ നടപടിയും സർക്കാർ ഭാഗത്തു നിന്ന് ചെയ്തു തരണം എന്നുള്ളതാണ് ഞങ്ങളുടെ അപേക്ഷ. 500-ലധികം കുടുംബങ്ങൾ അധിവസിക്കുന്ന മേഖലയിൽ കാട്ടാനകളിറങ്ങി കൃഷി വ്യാപകമായാണ് നശിപ്പിക്കുന്നത്. ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ അധികാരികൾ തയ്യാറാക്കണമെന്ന ആവശ്യമാണ് മലയോര മേഖലയിൽ നിന്നും ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.